നിങ്ങളൊരു ഫോറക്സ് ബ്രോക്കറിനെ തരികയാണോ എങ്കിൽ ഈ സത്യം കൂടി ഒന്ന് മനസ്സിലായിക്കോ. നിങ്ങൾ ഈ ബ്രോക്കർ എന്ന് വിളിക്കുന്ന പലരും സത്യത്തിൽ ബ്രോക്കർമാരെ അല്ല. ഫോറക്സ് ട്രേഡിലേക്ക് കടന്നു വരുന്ന ഒരു പുതിയ ഒരാൾ നേരിടുന്ന ഏറ്റവും വലിയ തലവേദനയാണ് ഏത് ബ്രോക്കർ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് NDD, STD, ECN അങ്ങനെ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് കാണാൻ പറ്റും. പലരും വിചാരിക്കുന്നത് ഇവരൊക്കെ നമ്മുടെ ട്രേഡുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന വെറും ഇടനിലക്കാരാണെന്നാണ്. പക്ഷേ സത്യം അതല്ല. ഈ പറയുന്ന വേർഡ്സ് എല്ലാം പലപ്പോഴും വെറും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മാത്രമാണ്. പല പ്ലാറ്റ്ഫോമുകളും ബ്രോക്കർ എന്ന പേര് ഉപയോഗിക്കുന്ന പോലും SEOക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ പണം സേഫാണെന്നും അവർ എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നതെന്നും അറിയാണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്താൽ അവസാനം എൻ്റെ പൈസ പോയി എന്ന് പറഞ്ഞ് ഇരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, റീറ്റെയിൽ ട്രേഡിങ്ങിൽ നമ്മൾ കാണുന്ന ഭൂരിഭാഗം ബ്രോക്കർമാരും ശരിക്കും മാർക്കറ്റ് മേക്കേഴ്സാണ്. അതായത് അവർ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ശരിക്കുള്ള ബ്രോക്കർ നിങ്ങളുടെ ഓർഡർ എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഫോറക്സിൽ കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് പേര് നോക്കി ചാടി വീഴാതെ അവരുടെ റെഗുലേഷനും അതുപോലെ ലിക്വിഡിറ്റി പ്രൊവൈഡർമാരും ആരാണെന്ന് നോക്കി മാത്രം തീരുമാനം എടുക്കുക. ഒരു റിയൽ ഫോറക്സ് ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വേർഡ്സിൻ്റെ ഒക്കെ പിന്നിലെ സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ബ്രോക്കർമാരെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. വരും വീഡിയോസിൽ ഇവയെല്ലാം എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം.